Pneumonia. Pneumonia is the inflammation of the lung parenchyma. നമ്മുടെ lung parenchyma ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷനാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ആൽവിയോളി കണ്ടെയ്ൻ ഇൻഫ്ലമേറ്ററി എക്സുഡേറ്റ്. കൺസോൾട്ടേഷൻ ഓഫ് ദ ലങ് ഇതൊക്കെയാണ് the inflammation of the parenchyma characterized by alveoli filled in inflammatory exudate and consolidation of the lungs. Pneumonia are of two type. Lobar pneumonia ഉണ്ട് bronchopneumonia ഉണ്ട്. Lobar pneumonia എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൊബ്യൂൾസ് വൺ ഓർ മോർ ലൊബ്യൂൾസിൽ വരുന്ന കൺസോൾട്ടേഷൻസിനാണ് ലോബാർ ന്യൂമോണിയ എന്ന് പറയുന്നത്. ലോബാർ ന്യൂമോണിയയ്ക്ക് മെയിനായിട്ട് 4 സ്റ്റേജസ് ഉണ്ട്. കൺജഷൻ, റെഡ് ഹെപ്പറ്റൈസേഷൻ, ഗ്രേ ഹെപ്പറ്റൈസേഷൻ ആൻഡ് റെസൊല്യൂഷൻ. കൺജഷൻ എന്ന് പറയുന്നത് ഒരു 24 ഹവേഴ്സിൽ ഉണ്ടാകുന്നതാണ് കൺജഷൻ. വിത്തിൻ 24 ഹവേഴ്സിൽ ലങ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് അതാണ് കൺജഷൻ എന്ന് പറയുന്നത്. ഗ്രോസ് എന്ന് പറയുമ്പോൾ കൺജഷൻ്റെ ഗ്രോസ് ഹെവി ദ ലങ്സ് ബിക്കം ഹെവി, ബോഗി ആൻഡ് റെഡ്. കട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പം റെഡ് ഫ്രോത്തി ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും, ഊസ് ചെയ്യും. ലങ്സിന് ഫ്രോത്തി ഫ്ലൂയിഡ് ഊസ് ചെയ്യും. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പം ലങ്സിന് കൺജഷനും ഡയലറ്റേഷനും ഉണ്ടാകും. ദ എക്സുഡേറ്റ് ഇൻ ഈസ്നോഫിലിക് ആ ഒരു എക്സുഡേറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാകും, ഈസ്നോഫിലിക് ഫ്ലൂയിഡ്, ന്യൂട്രോഫിൽസ്, റെഡ് സെൽസ്, ബാക്ടീരിയ ഇതൊക്കെ പ്രസൻ്റ് ആയിരിക്കും അവിടുത്തെ എക്സുഡേറ്റിനകത്ത്. അപ്പം ന്യൂമോണിയ എന്ന് പറയുന്നത് അതിനകത്തുള്ള ആദ്യത്തെ സ്റ്റേജാണ് കൺജഷൻ. അതിനകത്ത് ഗ്രോസിനകത്ത് ഹെവി, ബോഗി, റെഡ് ആയിട്ടിരിക്കും ലങ്സ്. പിന്നെ കട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ലങ്സ് റെഡ് ഫ്രോത്തി ഫ്ലൂയിഡ് ഊസ് ചെയ്യും. ആൻഡ് മൈക്രോസ്കോപ്പിക് അത് നോക്കുമ്പം കൺജഷനും ഡയലറ്റേഷനും ഉണ്ടാകും. റെഡ് ഹെപ്പറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോസ് റെഡ് ഫോം എയർലെസ് ആയിട്ടുള്ള ലങ്സ് ആയിരിക്കും. കട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ റെഡ് ഡ്രൈ ഗ്രാനുലാർ അപ്പിയറൻസ് ആണ്. ഈ റെഡ് ഡ്രൈ ഗ്രാനുലാർ അപ്പിയറൻസ് വരുന്നതിനെ കൊണ്ടാണ് ഇതിനെ റെഡ് ഹെപ്പറ്റൈസേഷൻ, ഒരു ലിവറിൻ്റെ റിസംബ്ലൻസ് കാണിക്കും, അതിനാണ് റെഡ് ഹെപ്പറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പം എക്സുഡേറ്റിനകത്ത് ന്യൂട്രോഫിൽസും റെഡ് സെൽസും മാത്രമേ ഉണ്ടാകുള്ളൂ. ഇവിടെ നമ്മുടെ എക്സുഡേറ്റിനകത്ത് ഈസ്നോഫിലിക്കും ന്യൂട്രോഫിൽസും റെഡ് സെൽസും ബാക്ടീരിയാസും ഒക്കെ പ്രസൻ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ന്യൂട്രോഫിൽസും റെഡ് സെൽസും മാത്രമേ പ്രസൻ്റ് ഉള്ളൂ. ഗ്രേ ഹെപ്പറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഷ് ബ്രൗൺ കളറിലേക്ക് വരും. ഇത് കട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഗ്രേഷ് മോയിസ്റ്റ് ഗ്രാനുലാർ അപ്പിയറൻസ് ആയിരിക്കും. ഗ്രേ മോയിസ്റ്റ് ഗ്രാനുലാർ അപ്പിയറൻസ് ആയിരിക്കും. ഇവിടെ റെഡ് ഡ്രൈ ഗ്രാനുലാർ അപ്പിയറൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഗ്രേ മോയിസ്റ്റ് ഗ്രാനുലാർ അപ്പിയറൻസിൽ ലങ്സ് അപ്പിയർ ആകും. ഇവിടുത്തെ മൈക്രോസ്കോപ്പിക്കകത്ത് മെയിനായിട്ട് കുറച്ച് ചേഞ്ചസ് ആണ് വരുന്നത്. ഡീജനറേഷൻ ഓഫ് റെഡ് സെൽസിന് ഡീജനറേഷനും ന്യൂട്രോഫിൽസ് ആർ റീപ്ലേസ്ഡ് ബൈ മാക്രോഫേജസ്. ഇവിടുത്തെ ന്യൂട്രോഫിൽസ് എന്ത് ചെയ്യും, മാക്രോഫേജസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ആൻഡ് ഫൈബ്രിനോ സെപ്പറേറ്റീവ് എക്സുഡേറ്റ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഫാക്ഷൻ ഓഫ് ആൽവിയോളയ്ക്ക് ലിക്വിഫാക്ഷൻ സംഭവിക്കും. കട്ട് സെക്ഷനിൽ ഫ്രോത്തി ഫ്ലൂയിഡ് യൂസ് ചെയ്യും. പിന്നെ മൈക്രോസ്കോപ്പിയിൽ ഇവിടുത്തെ എൻസൈമാറ്റിക് ഡൈജഷനാണ് നടക്കുന്നത്. മൈക്രോസ്കോപ്പിയിൽ അവിടുത്തെ എക്സുഡേറ്റിനൊക്കെ എൻസൈമാറ്റിക് ഡൈജഷൻ നടക്കും. ഇതാണ് 4 സ്റ്റേജസ് ഓഫ് ലോബാർ ന്യൂമോണിയൻ്റെ 4 സ്റ്റേജസ്: കൺജഷൻ, റെഡ് ഹെപ്പറ്റൈസേഷൻ, ഗ്രേ ഹെപ്പറ്റൈസേഷൻ ആൻഡ് റെസൊല്യൂഷൻ.